ഒരു രാത്രി താമസിക്കുന്നതിനായി 25,000 രൂപ മുതൽ ചാർജ് ചെയ്യുന്ന സിംബാബ്വേയിലെ ഒരു അടിപൊളി ലക്ഷറി ലോഡ്ജാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. മുതലയുടെ വാലിലെ ഇറച്ചി ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് സിംബാബ്വെ എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ഈ പ്ലേറ്റിൽ നിങ്ങൾ കാണുന്നത് മുതലയുടെ വാലിലെ ഇറച്ചി ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ സിംബാബ്വെ താമസിക്കുന്ന ഹോട്ടലിലെ ഡിന്നറിൻ്റെ ഒരു സ്റ്റാർട്ടർ ഐറ്റമാണ്. അങ്ങനെ സാംബിയയിൽ മുക്കുനി വില്ലേജ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഞാനിനി പോകുന്നത് സിംബാബ്വെ സൈഡിലേക്കാണ്. നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് വിക്ടോറിയ ഫോൾസ് നാഷണൽ പാർക്കിലേക്കുള്ള എൻട്രൻസ് ആണ്. അവിടെ ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് സാംബിയ സൈഡാണ്, നമ്മൾ സിംബാബ്വെ സൈഡ് എത്തിയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് ബോർഡർ ക്രോസ് ചെയ്യണം. ബോർഡർ ക്രോസ് ചെയ്തതിന് ശേഷം ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഫേമസ് വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് നടന്ന് പോയി അല്ലെങ്കിൽ നമുക്ക് ടാക്സിയിലായാലും പോയി അപ്പുറത്തെ സൈഡിലാണ് സിംബാബ്വെ ബോർഡർ. അവിടെ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന പയനീർ ലോഡ്ജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെയാണ് വിക്ടോറിയ ഫോൾസ് ബോർഡർ പോസ്റ്റ് സാംബിയ സൈഡിൻ്റെ. ഇവിടെ നിന്ന് നമുക്ക് പാസ്പോർട്ടിൽ ഡിപ്പാർച്ചർ അടിച്ചതിന് ശേഷം നമുക്ക് സിംബാബ്വെ സൈഡിലേക്ക് പോകാം. അങ്ങനെ അവിടെ നിന്ന് പാസ്പോർട്ടിൽ ഡിപ്പാർച്ചർ അടിച്ചു. നമ്മളിപ്പോൾ ഫേമസ് വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജിലെത്തി. ആ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സൈഡിലാണ് വിക്ടോറിയ ഫോൾസ്. നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഒരു ഡിന്നർ എക്സ്പ്രസ് ട്രെയിൻ യാത്ര നടത്തിയതിൻ്റെ വീഡിയോ മുന്നത്തെ എപ്പിസോഡുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് വാച്ച് ചെയ്യുക. ബോർഡറിൽ ക്ലിയറിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന ട്രക്കുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് സിംബാബ്വെ സൈഡ് ബോർഡർ പോസ്റ്റാണ്. ഇവിടെ നമുക്ക് വിസ ഓൺ അറൈവലാണ്. $30 സിംഗിൾ എൻട്രി വിസ ഫീ ചാർജ് ചെയ്യുന്നത് അവർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സിംബാബ്വെയിലെത്തി. ഇതാണ് ബോർഡർ പോസ്റ്റ്, സിംബാബ്വെയുടെ ബോർഡർ പോസ്റ്റിലാണ്. ഇവിടെ കടന്ന് നമ്മൾ സിംബാബ്വെയിലെത്തി. നമ്മൾ ടാക്സിയിൽ പോവാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് വിക്ടോറിയ ഫോൾസ്. നമ്മളിപ്പോൾ വിക്ടോറിയ ഫോൾസ് ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് നമ്മുടെ ലോഡ്ജിലേക്ക്. ബോർഡറിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു വിസ അടിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിസ ഓൺ അറൈവലാണ് സിംബാബ്വെ സൈഡിൽ. $30 അവർ സിംഗിൾ എൻട്രിക്ക് ചാർജ് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്ന ലോഡ്ജിലെത്തി. പയനീസ് ലോഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം ലക്ഷറി ലോഡ്ജാണിത്. നമുക്കിനി ലോഡ്ജിൻ്റെ ചുറ്റുപാടും പരിസരവും അതുപോലെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് ഈ ലോഡ്ജിൻ്റെ എൻട്രൻസ്. ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ ക്യൂരിയോ ഷോപ്പ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ക്യൂരിയോ ഷോപ്പ്. ഇവിടെ ഷോ പീസുകളും അതുപോലെ കരകൗശല വസ്തുക്കളൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വിക്ടോറിയ ഫോൾസ് നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിൽ തന്നെ ഇതുപോലത്തെ കുറേ ഷോപ്പുകളുണ്ടാവും. അവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വീഡിയോസ് ചെയ്യുന്നതാണ്.
ഈ കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഡിന്നറും കഴിക്കാനുള്ള ഏരിയ ആണ്. അതുപോലെ ബാറും ഉണ്ട് ഇവിടെ. ഒരു രാത്രി താമസിക്കുന്നതിനായി 2 അഡൽസിന് ഇവരിവിടെ ചാർജ് ചെയ്യുന്നത് $250 to $376 പെർ നൈറ്റ് ആണ്. അതായത് ഇന്ത്യൻ കറൻസിയിൽ 25,000 to 37,000 റുപ്പീസാണ്. എനിക്കിത് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്ത് തന്നാണ്. അല്ലാതെ ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് താമസിക്കാൻ പോയില്ല. പക്ഷേ നല്ല അടിപൊളി ലക്ഷറി അക്കോമഡേഷനാണിത്. നിങ്ങൾക്ക് ലക്ഷറി സ്റ്റേസ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്യുമ്പോൾ പയനീസ് ലോഡ്ജ് മനസ്സിൽ വെച്ചോളൂ. ഇവിടെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ മെനു. ഓരോ ദിവസവും ഈ മെനു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ ഡിന്നറിന് ക്രോക്കഡൈലിൻ്റെ മീറ്റ് ഫ്രൈ ചെയ്തുണ്ടാക്കിയ ഒരു സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. നമുക്കത് ട്രൈ ചെയ്യാം. ലോഡ്ജിൻ്റെ പരിസരം മൊത്തം ഇതുപോലെ മരങ്ങളും ചെടികളും പുല്ലുകളും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പും അതുപോലെ തന്നെ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. പയനീസ് ലോഡ്ജിലെ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ വിക്ടോറിയ ഫോൾസ് സിംബാബ്വെ സൈഡ് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.